ഓക്കെ കുട്ടികളെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആ ഒരു ചാപ്റ്ററിന്റെ നമ്മളുടെ ഒരു ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മളുടെ കേസിൽ ഇനി നമ്മളുടെ അപ്കമിങ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ സമയവും നമ്മുടെ കയ്യിലുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് പോർഷൻസ് തീർക്കേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ വെക്കേഷൻ ടൈമാണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. ഇത് നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഇരുന്നിട്ട് നല്ല രീതിയിൽ കാണാം. എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് നമ്മളുടെ അടുത്ത ലൈവ് ക്ലാസ് വരുമ്പോൾ, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ക്ലാസ്സോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സോ വരുന്ന സമയത്ത് ഇതിന് റിലേറ്റ് ആയിട്ടുള്ള ഡൗട്ട്സുകൾ ക്ലാരിഫൈ ചെയ്യാം. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേര് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമുക്ക് ആദ്യമായി വിശദമായി അറിയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്ന് പറയുന്നതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കൂൾനെസ് ഓഫ് എ ബോഡി. ഒരു സബ്സ്റ്റൻസിന്റെ എത്രത്തോളം ചൂടായി നിൽക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം തണുത്ത് നിൽക്കുന്നു എന്നുള്ള ആ ഒരു അളവ്. ചൂട് എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡിയാണ്. ഹീറ്റും ടെമ്പറേച്ചറും ഒന്നാണോ? അല്ല. ഹീറ്റും ടെമ്പറേച്ചറും ഒന്നല്ല. ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ എനർജി എവിടെ നിന്ന് എവിടേക്ക് ഫ്ലോ ചെയ്യും എന്നുള്ളതിനെ തീരുമാനിക്കുന്ന ആളാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ആണ് തീരുമാനിക്കുക ഹീറ്റ് എനർജി എവിടെ നിന്ന് എവിടേക്ക് ഫ്ലോ ചെയ്യണം. എങ്ങനെ? ഹൈ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ലോ ടെമ്പറേച്ചർ ബോഡിയിലേക്കാണ് നമ്മളുടെ ഹീറ്റ് എന്ന് പറയുന്ന എനർജി ഫ്ലോ ചെയ്യുക. അപ്പം ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്ത് എക്സ്പ്രസ് ചെയ്യണം. ടെമ്പറേച്ചറിനെ മെഷർ ചെയ്ത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറെന്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ യൂസ് ചെയ്യും. അതിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയിൽ ഒക്കെ. അപ്പൊ നമുക്ക് സെൽഷ്യസ് സ്കെയിൽ എന്താണ്, ഫാരൻഹീറ്റ് സ്കെയിൽ എന്താണ്, കെൽവിൻ സ്കെയിൽ എന്താണ്, അതില് ഒരു രീതിയിൽ തന്ന സാധനത്തിനെ വേറെ രീതിയിലേക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു 3 ഡിഫറെന്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചറിനെ പറ്റിയിട്ട് വിശദമായി മനസ്സിലാക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് വി ഹാവ് ടു ഇനീഷ്യലി നോ അബൌട്ട് ദ റെഫറൻസ് പോയിന്റ്സ്. റെഫറൻസ് പോയിന്റ്സ് അതായത് നമുക്ക് 3 റെഫറൻസ് പോയിന്റ്സ് ഉണ്ട്. അല്ല, 3 അല്ല, 2 റെഫറൻസ് പോയിന്റ്. അതായത് നമുക്ക് വാട്ടറിനെ എടുത്തിട്ട് വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിനെയും റെഫറൻസ് പോയിന്റുകളാക്കി വെച്ചിട്ട് നമ്മളുടെ ഈ 3 സ്കെയിൽസിനെയും ഒന്ന് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്കെയില് സെൽഷ്യസ് സ്കെയിലാണ്. എല്ലാവർക്കും നോർമലായിട്ട് അറിയുന്ന ഒരു സ്കെയില് സെൽഷ്യസ് സ്കെയിലാണ്. സെൽഷ്യസ് സ്കെയിലില് വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് അത് സെൽഷ്യസ് സ്കെയിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അറിയാലേ? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്, എന്ത് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പം സെൽഷ്യസ് സ്കെയിലില് വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമുക്കറിയാം. ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസും ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസും. ഈ ഒരു 100 ഡിഗ്രി സെൽഷ്യസിന്റെയും 0 ഡിഗ്രി സെൽഷ്യസിന്റെയും ഇടയിൽ എത്ര ഡിവിഷൻസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി കുഡ് സേ ദർ ഇസ് 100 ഡിവിഷൻസ്. വെറുതെ ഞാനിത് നോട്ട് ചെയ്ത് വെച്ചു. അതേപോലെ ഇനി നൗ ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് ദ നെക്സ്റ്റ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. ഏത് സ്കെയില്? ഫാരൻഹീറ്റ് സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിലിന്റെ ഫ്രീസിംഗ് പോയിന്റ് അത് 0 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല.
ഫാരൻഹീറ്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ അത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. വാട്ടർ എത്ര ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഫ്രീസ് ആവുക? 32 ഡിഗ്രി ഫാരൻഹീറ്റിൽ. വാട്ടർ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ആവുക? അത് ഫാരൻഹീറ്റ് സ്കെയിൽ ആണെങ്കിൽ അത് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 212ന്റെയും 32ന്റെയും ഇടയിൽ വി ക്യാൻ ഹാവ് എത്ര ഡിവിഷൻ എന്ന് ചോദിക്കുകയാണ്. 212 മൈനസ് 32 വിൽ ഗെറ്റ് 180 ഡിഗ്രി അല്ലെ, 180 ഡിവിഷൻസ് അതിന്റെ ഇടയിലുണ്ട്. ഓക്കെ, ദാറ്റ്സ് റിഗാർഡിംഗ് അവർ ഫാരൻഹീറ്റ്. ഇനി നമുക്ക് അടുത്ത സ്കെയില് ഏതാണ്? കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സ്കെയിൽ ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആണ്? 273 കെൽവിൻ ആണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ വാട്ടർ ഫ്രീസ് ആവുക കെൽവിൻ സ്കെയിലിൽ 273 കെൽവിനിൽ. വാട്ടർ ഫ്രീസ് ആവുക കെൽവിൻ സ്കെയിലിൽ 273 കെൽവിനിൽ. അതേപോലെ തന്നെ വാട്ടർ ബോയിൽ ആവുക കെൽവിൻ സ്കെയിലിൽ 373 കെൽവിനിലാണ്. വാട്ടർ ബോയിൽ ആവുക കെൽവിൻ സ്കെയിലാണെങ്കിൽ ഇറ്റ് ഇസ് അറ്റ് 373 കെൽവിൻ. ഇനി നമ്മൾ മറ്റേലൊക്കെ ചെയ്തതുപോലെ തന്നെ 273ന്റെയും 373യുടെയും ഇടയിൽ എത്ര ഡിവിഷൻസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 373 മൈനസ് 273, അതും 100 ഡിവിഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിനെയും രണ്ട് റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ട് 3 സ്കെയിലിനെയും ഡിഫൈൻ ചെയ്യാം. ഇനി ഒരു സ്കെയിലിൽ നിന്ന് വേറൊരു സ്കെയിലിലേക്കുള്ള കൺവേർഷനെ പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ സെൽഷ്യസ് സ്കെയിലിൽ സി മൈനസ് ആ സെൽഷ്യസ് സ്കെയിലിന്റെ ഫ്രീസിംഗ് പോയിന്റ്, അതായത് 0 ഡിവൈഡഡ് ബൈ അതിന് ഇടയിലുള്ള നമ്പർ ഓഫ് ഡിവിഷൻസ്, അതായത് 100 ഇസ് ഈക്വൽ ടു. ഇനി ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ എഫ് മൈനസ് ഫാരൻഹീറ്റ് സ്കെയിലിന്റെ ഫ്രീസിംഗ് പോയിന്റ്. ഫാരൻഹീറ്റ് സ്കെയിലിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 32 അല്ലേ, അതുകൊണ്ട് 32 ഡിവൈഡഡ് ബൈ ഇനി ആ 32ന്റെയും 212ന്റെയും ഇടയിലുള്ള നമ്പർ ഓഫ് ഡിവിഷൻസ് വിച്ച് ഇസ് 180. that is equal to കെൽവിൻ സ്കെയിലാണെങ്കിൽ കെ മൈനസ് കെൽവിൻ സ്കെയിലിൽ ഉള്ള എന്ത് ഫ്രീസിംഗ് പോയിന്റ് വാല്യൂ വിച്ച് ഇസ് 273 ഡിവൈഡഡ് ബൈ കെൽവിൻ സ്കെയിലും ഫാരൻഹീറ്റ് എന്താണ് ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റ് ഇടയിലുള്ള നമ്പർ ഓഫ് ഡിവിഷൻസ് വിച്ച് ഇസ് 100. അങ്ങനെയാണ് ഇതിനെ വേണേ നമുക്ക് എന്ത് ചെയ്യാം, സി ബൈ 100 ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 ദാറ്റ് ഇസ് ഈക്വൽ ടു കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ 100 ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പം ഇതാണ് നമ്മളുടെ എന്ത് ഡിഫറെന്റ് സ്കെയിൽസ് ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചറും അതിൽ നിന്ന് ഒരു സ്കെയിലിൽ നിന്ന് വേറൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള വഴി. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയട്ടെ നമ്മളുടെ 100 ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് ചോദിക്കുകയാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണ്? നമുക്ക് സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ the strategy that you have to adopt over here is we have to use the formula C by 100 is equal to F minus 32 divided by 180. അതിൽ C എന്ന് പറയുന്നത് എന്താ 100 അല്ലേ, സിയുടെ വില 100 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം 100 ഡിവൈഡഡ് ബൈ 100 is equal to F minus 32 divided by 180. അതായത് 1 is equal to F minus 32 divided by
180 അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 180 is equal to f minus 32 and നമുക്ക് f is equal to ആണെങ്കിൽ എന്ത് കിട്ടും 180 plus 32 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഏതൊരു സ്കെയിലിനെയും വേറൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഉള്ള ആ ഒരു കൺവേർഷന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം now we have learned about the different scales of temperature. അപ്പൊ നമുക്ക് ഡിഫറെന്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചറിന്റെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ആ മാപ്പിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ now you could see different scales of temperature and the conversion formula. C by 100 is equal f minus 32, that is f minus 32 divided by 180, that is equal k minus 273 divided by 100. ഇനി ഈ മൂന്ന് സ്കെയില്, അതായത് സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില്, ഇതില് ഏത് സ്കെയിലാണ് നമ്മൾ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആയിട്ട് യൂസ് ചെയ്യുക? അബ്സല്യൂട്ട് സ്കെയില് അല്ലെ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിൻ ആണ് അല്ലെ? അപ്പം എന്തുകൊണ്ടാണ് കെൽവിനെ നമ്മൾ അബ്സല്യൂട്ട് സ്കെയിൽ ആയിട്ട് യൂസ് ചെയ്തത്? അപ്പം അതിനറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കെൽവിൻ സ്കെയിലില് നമുക്ക് ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അയാള് ഒരു മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ വേഴ്സസ് വോളിയം ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തു. അതായത് നമുക്ക് ഒരു മെറ്റീരിയലിന്റെ ടെമ്പറേച്ചറിന്റെയും വോളിയത്തിന്റെയും കേസിൽ കാര്യങ്ങൾ എടുത്തിട്ട് അതിന്റെ ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തു. അതിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ആക്സിസിൽ വി കുഡ് ടേക്ക് ദ ടെമ്പറേച്ചർ, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ വോളിയവും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് വിചാരിക്കും. ഈ ടെമ്പറേച്ചറിൽ ഈ പോയിന്റിനെ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു സബ്സ്റ്റൻസിനെ കൊണ്ടുവെക്കുമ്പം അതിനൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഇത്ര വോളിയം ഉണ്ട് എന്ന് കരുത്. അവിടെ നിന്ന് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കൂട്ടിയപ്പം അതിന്റെ വോളിയവും കൂടുന്നതായിട്ട് അയാൾക്ക് മനസ്സിലായി. ടെമ്പറേച്ചർ കൂട്ടിയപ്പം വോളിയവും കൂടുന്നുണ്ട്. അപ്പം അയാൾ എക്സ്പെരിമെന്റലായിട്ട് കാര്യങ്ങൾ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നത് ഒരു ലീനിയർ ഇൻക്രീസ് ആണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലീനിയർ ആയിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അന്നത്തെ കാലത്ത് അയാൾ യൂസ് ചെയ്ത ടെക്നോളജിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റി? അയാൾക്ക് ടെമ്പറേച്ചറിനെ കുറച്ച് കുറയ്ക്കാനും പറ്റി. അതായത് 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ടെമ്പറേച്ചർ കുറയ്ക്കാനും അന്നത്തെ സാഹചര്യത്തിൽ അയാൾക്ക് പറ്റിയിരുന്നു. അങ്ങനെയാണ് 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ടെമ്പറേച്ചർ അയാൾ കുറച്ച് നോക്കിയപ്പം ആ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതനുസരിച്ചുള്ള അതിന്റെ വോളിയം വേരിയേഷൻ ഇതേ സ്ട്രെയിറ്റ് ലൈനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഈ ഒരു ഗ്രാഫിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാഫിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷേ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളതിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഗ്രാഫ് നമ്മൾ ഇനി ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പോകും. അപ്പൊ ഈ ഗ്രാഫിനെ അയാൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഹി ഗോട്ട് എ പോയിന്റ് ഓവർ ഹിയർ. അപ്പൊ അയാൾ ഈ പോയിന്റിനെ പറ്റി ചിന്തിച്ചു. ഈ പോയിന്റ് നമുക്ക് ഈ ഗ്രാഫിൽ എവിടെയാണ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -273, കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ -273.15 അല്ലെ -273 ഡിഗ്രി സെൽഷ്യസിലാണ് കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴേക്കും സബ്സ്റ്റൻസിന്റെ വോളിയം 0 ആവും. -273 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴേക്കും സബ്സ്റ്റൻസിന്റെ വോളിയം 0 ആവും എന്നുള്ളത് അയാൾക്ക് തിയറിറ്റിക്കലായിട്ട് മനസ്സിലായി. അപ്പൊ അയാൾ ചിന്തിച്ചു, ഒരു സബ്സ്റ്റൻസിന് വോളിയം 0 ആവുക എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസ് എക്സിസ്റ്റൻസ് ഇല്ലാണ്ടാവുക. മാസ് ഉണ്ട് പക്ഷെ വോളിയം 0 ആവുക എന്ന് പറഞ്ഞാൽ നമുക്കത് ആക്ച്വലി പോസിബിൾ അല്ല എന്നറിയാം. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഒരു സബ്സ്റ്റൻസിനെ കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ഇതാണ്. അപ്പം അയാൾ ചിന്തിച്ചു, ഒരു സബ്സ്റ്റൻസിന്റെ ഡിക്രീസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ഇതാണെങ്കിൽ
ആ -273 ഡിഗ്രി സെൽഷ്യസ്, ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട് പറയുകയാണ് -273.15 ആണ്. നമ്മളിവിടെ എളുപ്പത്തിൽ -273 എടുക്കുകയാണ്. ഈ -273 ഡിഗ്രി സെൽഷ്യസിനെ അയാൾ പറഞ്ഞു ഇതാണ് ആബ്സല്യൂട്ട് സീറോ. ആബ്സല്യൂട്ട് സീറോ. അപ്പം ഈ -273 ഞാൻ പറയാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ എളുപ്പപ്പണി പറയുകയാണ് -273 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെ അയാൾ 0 കെൽവിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. 0 കെൽവിൻ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വാസ് കോൾഡ് ആസ് ആബ്സല്യൂട്ട് സീറോ. വാട്ട് ഇസ് ആബ്സല്യൂട്ട് സീറോ എന്ന് ചോദിക്കുകയാണെങ്കിൽ the smallest value of temperature a substance can ever be cooled. ഒരു സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുന്നത്. ആ ആബ്സല്യൂട്ട് സീറോ 0 കെൽവിൻ ആണ്, അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ്. ആക്യുറേറ്റ്ലി സ്പീക്കിംഗ് -273.15 ഡിഗ്രി സെൽഷ്യസ്. അതിനെ വെച്ചിട്ട് അയാൾ ഒരു സ്കെയിൽ ഡിഫൈൻ ചെയ്തു. ആ സ്കെയിലാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് സ്കെയിൽ എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. That's the reason why we are adopting Kelvin scale for the standard scale for measuring temperature. അപ്പൊ എന്തുകൊണ്ടാണ് കെൽവിൻ സ്കെയിലിനെ നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള എന്താ സ്റ്റാൻഡേർഡ് സ്കെയിൽ ആയിട്ട് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കെൽവിൻ സ്കെയിലിലെ 0 ആണ് the smallest value of temperature that a substance can ever be cooled. അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുക. ഇനി നമ്മളോട് തിയററ്റിക്കൽ ആയിട്ട് ചോദിക്കുകയാണ്, അല്ല ഈ ആബ്സല്യൂട്ട് സീറോ വരെ ഒരു സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം അബ്സല്യൂട്ട് സീറോ വരെ ഒരു സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. എന്തുകൊണ്ട്? അബ്സല്യൂട്ട് സീറോ വരെ ഒരു സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസ് അപ്പോഴേക്കും അതിന്റെ വോളിയം 0 ആവണം. ഒരു സബ്സ്റ്റൻസിന് വോളിയം 0 ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ആവില്ല. അതുകൊണ്ട് ക്യാൻ വി കൂൾ എ സബ്സ്റ്റൻസ് അപ് ടു ആബ്സല്യൂട്ട് സീറോ എന്ന് ചോദിക്കുകയാണെങ്കിൽ we'll have to say no, since the volume of the substance will become 0. അതുകൊണ്ട് ആബ്സല്യൂട്ട് സീറോ വരെ ഒരു സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ആയിക്കോട്ടെ. അപ്പം we understood what is the absolute scale of temperature and what is absolute zero. The value of absolute zero is -273.15 degrees Celsius or 0 Kelvin. ഇത് ഓക്കെ എന്നാണോ എഴുതിയത്? 0 Kelvin എന്നാണോ? 0 Kelvin. ഇനി ആബ്സല്യൂട്ട് സ്കെയിൽ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി മുതൽ നിങ്ങളോട് എന്തുകൊണ്ടാണ് കെൽവിൻ സ്കെയിൽ ചൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇനി അടുത്തൊരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അറിയേണ്ടത് ട്രിപ്പിൾ പോയിന്റ്. ട്രിപ്പിൾ പോയിന്റ് അതായത് വാട്ട് ഇസ് ട്രിപ്പിൾ പോയിന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ പോയിന്റ് വേർ ദ 3 phases ഓഫ് വാട്ടർ കോഎക്സിസ്റ്റ്. അതായത് വാട്ടറിന് സോളിഡ് ലിക്വിഡ് ഗ്യാസ് 3 ഫേസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നാല് അതിന്റെ 3 ഫേസിലും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് വിളിക്കാം. ദ 3 phases of water will coexist in equilibrium in that point and that is called as triple point. ആ ഒരു കൺസെപ്റ്റിനെയും നിങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളുകളുടെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് തെർമൽ എക്സ്പാൻഷൻ. എന്ത്? തെർമൽ എക്സ്പാൻഷൻ. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ആവും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുക. തെർമൽ എക്സ്പാൻഷനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. നമുക്ക് തെർമൽ എക്സ്പാൻഷനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് in order to speak about the thermal expansion, let's go on to our white screen. അപ്പം തെർമൽ എക്സ്പാൻഷനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ let us speak about linear expansion. ലീനിയർ എക്സ്പാൻഷനെ പറ്റി മനസ്സിലാക്കാൻ we are taking a rod. ഇതൊരു റോഡാണ്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നെഗ്ലിജിബിൾ ആണ്. അതായത് ഇതിന്റെ ലെങ്ത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ റോഡിന്റെ ഇനീഷ്യൽ ലെങ്തിനെ ഞാൻ വെറുതെ പറയട്ടെ,
L0 ആണ്. L0 is the initial length of this rod. ഈ റോഡിന്റെ ഇനീഷ്യൽ ലെങ്ത് നിങ്ങൾ വിചാരിക്കുക L0 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ റോഡ് ഇപ്പം നിൽക്കുന്നത് വെറുതെ പറയട്ടെ ഒരു T0 ടെമ്പറേച്ചറിലാണ്. ഈ റോഡിനെ നമ്മൾ ചൂടാക്കി. We increase the temperature of the substance. ഈ റോഡിനെ ചൂടാക്കിയ സമയത്ത് ഈ റോഡ് എന്തായി? ഹീറ്റ് ആവുന്നതിന്റെ ഫലമായിട്ട് it got expanded. അത് എക്സ്പാൻഡ് ആയി. അത് എക്സ്പാൻഡ് ആയിട്ട് അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു. ആ ലെങ്തിനെ L0 പ്ലസ് ഡെൽറ്റ എൽ, ഒരു ഡെൽറ്റ എൽ ഇൻക്രീസ് ഈ ലെങ്തിന് ഉണ്ടായിട്ടുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ L എന്നുള്ള ഒരു ഫൈനൽ ലെങ്തിൽ അത് എത്തിയെന്ന് വിചാരിക്കും. അപ്പം ഇവിടെ നമ്മൾ എത്ര ടെമ്പറേച്ചർ മാറ്റിയപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ, അതായത് അതിന്റെ ഫൈനൽ ടെമ്പറേച്ചർ ടി ആണ്. ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് അതിന്റെ ലെങ്ത് L0 നിന്ന് എല്ലിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഒരു ഡെൽറ്റ എൽ ഇൻക്രീസ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ അല്ലേ, ഈ ഇൻക്രീസ് ഇൻ ലെങ്ത് എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് എക്സ്പെരിമെന്റലായിട്ട് മെഷർ ചെയ്തു. ഇൻക്രീസ് ഇൻ ലെങ്ത് എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് എക്സ്പെരിമെന്റലായിട്ട് നോട്ട് ചെയ്തപ്പം അവർക്ക് നമുക്ക് മനസ്സിലായി ഈ ഇൻക്രീസ് ഇൻ ലെങ്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടെമ്പറേച്ചർ കുറച്ചാണ് കൂട്ടുന്നതെങ്കിൽ ഇൻക്രീസ് ഇൻ ലെങ്ത്തും കുറവായിരിക്കും. പക്ഷെ നല്ലോണം ടെമ്പറേച്ചർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ലെങ്ത്തും കൂടുതലായിരിക്കും. അപ്പം ഇൻക്രീസ് ഇൻ ലെങ്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കൂടാതെ the increase in length is directly proportional to initial length എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനീഷ്യലി നല്ല ലെങ്ത് ഉള്ള ആ ഒരു റോഡ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത്തും ഭയങ്കര കൂടുതലായിരിക്കും. ഇനീഷ്യൽ ലെങ്ത് കുറവാണ്, ചേഞ്ച് ഇൻ ലെങ്ത് വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പം ഡെൽറ്റ എൽ പ്രൊപ്പോർഷണൽ ടു L0 ഡെൽറ്റ ടി എന്ന് എഴുതാം. അങ്ങനെയാണ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റും ആൽഫയാണ്. പ്രൊപ്പോർഷണൽ സൈനിന്റെ ഏകദേശം അതേപോലെ തന്നെയാണ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുക. അതുകൊണ്ട് ആൽഫ L0 ഡെൽറ്റ ടി. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷനിൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ L0 ഡെൽറ്റ ടി. ആരാണ് ഈ ഡെൽറ്റ എൽ? ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലെ. L0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ലെങ്ത്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ ആൽഫ എന്ന് പറയുന്ന ആളെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് വിളിക്കും. വാട്ട്സ് ആൽഫ? ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ ആൽഫ ആരാ നമുക്ക് മനസ്സിലായി. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന് നമുക്ക് മനസ്സിലായി ആൽഫയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ എൽ ഇസിക്കൽ ആൽഫ L0 ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഡെൽറ്റ എൽ. ആരാണ് ഡെൽറ്റ എൽ? ഡെൽറ്റ എൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എല്ലിനെ എനിക്ക് ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് എന്ന് എഴുതിയാൽ കിട്ടില്ലേ? ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് സ്വാഭാവിക ഒരു ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് ആണ്. അപ്പം ഡെൽറ്റ എല്ലിന് പകരം L മൈനസ് L0 is equal to ആൽഫ L0 ഡെൽറ്റ ടി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇവിടുന്ന് L is equal to ആണ് ഈ മൈനസ് L0 അപ്പുറത്തേക്ക് എടുക്കുക. മൈനസ് L0 അപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ L0 പ്ലസ് ആൽഫ L0 ഡെൽറ്റ ടി. ഇതിൽ നിന്ന് നമ്മൾ Lന് ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ L0നെ പുറത്തെടുത്തിട്ട് 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ? സോ വി ആർ ഗെറ്റിംഗ് എ റിലേഷൻ ലൈക്ക് ദിസ്. ഫൈനൽ ലെങ്ത്തിന് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഫൈനൽ ലെങ്ത് L0 into 1 plus alpha delta t. അപ്പം ഈ ഒരു സ്ഥലത്ത് നമ്മൾ സ്പീക്ക് ചെയ്തത് എന്തിനെ പറ്റിയിട്ടാണ്? വി ഹാവ് സ്പോക്കൺ അബൌട്ട് ദ ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷനിൽ നമ്മൾ യൂസ് ചെയ്ത കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അത് ആൽഫയാണ്. പിന്നെ ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് റിലേഷൻസ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ L0 ഡെൽറ്റ ടി. കൂടാതെ ഫൈനൽ ലെങ്ത് L is equal to L0 into 1 plus alpha delta t. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത സിറ്റുവേഷൻ. ഇപ്പൊ നമ്മൾ ലീനിയർ എക്സ്പാൻഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്.
ഇനി നമുക്ക് എന്ത് ചെയ്യണം? We have to speak about the next expansion, which is called as aerial expansion or superficial expansion. ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോനെ പോസ് ചെയ്യുകയും റീവാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അതിന് വേണ്ട ഡെഫിനിഷൻസും ഹെഡിങ്ങും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ആദ്യം സംസാരിച്ചത് ലീനിയർ എക്സ്പാൻഷനെ പറ്റിയിട്ടാണെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏരിയൽ എക്സ്പാൻഷൻ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ഏരിയൽ എക്സ്പാൻഷനെ വിളിക്കുന്ന അടുത്ത പേരാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ആൻഡ് ഇൻ ഓർഡർ ടു സ്പീക്ക് അബൌട്ട് ഏരിയൽ എക്സ്പാൻഷൻ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ നമ്മളിവിടെ ഒരു ഷീറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ഷീറ്റ് നെഗ്ലിജിബിൾ തിക്നെസ് ഉള്ള, അപ്പൊ അതിന്റെ തിക്നെസ് നമ്മൾ ബോദർ ചെയ്യണ്ട, പക്ഷെ ഷീറ്റിന്റെ ഏരിയ നമ്മൾ ബോദർ ചെയ്യണം. ഈ ഷീറ്റിന്റെ ഇനീഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ലെറ്റ് us say it is A0. A0 ആണ് ഈ ഷീറ്റിന്റെ ഇനീഷ്യൽ ഏരിയ. അതിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഞാൻ വെറുതെ പറയാണ് T0 ആണ്. ആ ഷീറ്റ് ചൂടാക്കി, വി ആർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ഷീറ്റിനെ ചൂടാക്കിയപ്പം സ്വാഭാവികമായിട്ടും അതിന്റെ ഏരിയ കൂടി. അപ്പം ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഷീറ്റ് ഇസ് ഇൻക്രീസ്ഡ്, T0യിൽ നിന്ന് ടിയിലേക്ക് ആ ടെമ്പറേച്ചർ മാറ്റി. അതായത് ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഈ ഷീറ്റിന്റെ മേലെ ഇൻക്രീസ് ചെയ്തപ്പം ആ ഷീറ്റിന്റെ ഏരിയ A0യിൽ നിന്ന് എയിലേക്ക് മാറി. എ എന്ന് പറയുന്നത് A0 പ്ലസ് ഡെൽറ്റ എ ആണ്. അതായത് ഒരു ഡെൽറ്റ എ ഇൻക്രീസ് ആ ഏരിയയിൽ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലീനിയർ എക്സ്പാൻഷനിൽ പറഞ്ഞ അതേപോലെ തന്നെ എക്സ്പെരിമെന്റലായിട്ട് നമ്മൾ ആ ഇൻക്രീസ് ഇൻ ഏരിയ എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി increase in area is directly proportional to that change in temperature, and the increase in area is directly proportional to initial area. മറ്റേ ഇനീഷ്യൽ എന്താണ്, ഇവിടെ ഇനീഷ്യൽ ഏരിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ക്ലബ് ചെയ്തിട്ട് increase in area is proportional to A0 ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി ഈക്വൽ സൈൻ കൊണ്ടുവരണേ നമുക്കൊരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെ ഡെൽറ്റ എ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഈ ഒരു കോൺസ്റ്റന്റ് ബീറ്റയാണ്. ബീറ്റ A0 ഡെൽറ്റ ടി. This is the equation that we have to remember for aerial expansion or superficial expansion. Aerial expansion അല്ലെങ്കിൽ superficial expansion നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ഡെൽറ്റ എ ഈക്വൽ ടു ബീറ്റ A0 ഡെൽറ്റ ടി. ആരാണ് ഡെൽറ്റ എ? ഡെൽറ്റ എ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഏരിയ. ബീറ്റ എന്ന് പറയുന്നത് നമ്മളുടെ വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. വാട്ട്സ് ബീറ്റ? ബീറ്റ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. A0 ഇനീഷ്യൽ ഏരിയ, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം ഇങ്ങനെ നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയക്കുള്ള ഒരു റിലേഷൻ കിട്ടി. ഇനി എന്താണ് ഈ ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ ആയിരിക്കും. അപ്പം A മൈനസ് A0 ഈക്വൽ ടു ബീറ്റ A0 ഡെൽറ്റ ടി എന്ന് നമുക്ക് വേണം എഴുതിക്കൂടെ? A മൈനസ് A0 ഈക്വൽ ടു ബീറ്റ A0 ഡെൽറ്റ ടി. അതിൽ നിന്ന് നമുക്ക് A ഈക്വൽ ടു ആണെങ്കിൽ മൈനസ് A0നെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ A0 പ്ലസ് ബീറ്റ A0 ഡെൽറ്റ ടി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? A ഈക്വൽ ടു A0 പ്ലസ് ബീറ്റ A0 ഡെൽറ്റ ടി. അതിൽ നിന്ന് നമുക്ക് A0നെ കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ A ഈക്വൽ ടു A0 ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി എന്നുള്ള റിലേഷനും നമുക്ക് ഉണ്ടാക്കാം. സോ ദിസ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് റിലേഷൻ. അതായത് ഫൈനൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ സംസാരിച്ചത് ഏരിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ഏരിയൽ എക്സ്പാൻഷൻ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ഇനി ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു, ഏരിയൽ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത എക്സ്പാൻഷനെ വോളിയം എക്സ്പാൻഷൻ ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. അടുത്ത ഇതിനെ വോളിയം എക്സ്പാൻഷൻ ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്നാണ് വിളിക്കുക. സോ വാട്ട് ഇസ് വോളിയം എക്സ്പാൻഷൻ ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ? വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് we just have to imagine a cube. നമ്മളൊരു ക്യൂബിനെ അങ്ങോട്ട് ഇമാജിൻ ചെയ്തു.
ഒരു ക്യൂബിനെ ഇമാജിൻ ചെയ്തിട്ട് ഈ ക്യൂബിന്റെ ഇനീഷ്യൽ വോളിയം V0 ആണ്. ആ ക്യൂബ് ഇപ്പോൾ നിൽക്കുന്ന ടെമ്പറേച്ചർ T0. ഇനി ഈ ക്യൂബും എന്ത് ചെയ്യുന്നുണ്ടാല് അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പം അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തതിന്റെ ഫലമായിട്ട് the volume of that cube got increased. അതിന്റെ ഫൈനൽ വോളിയം നമുക്ക് വെറുതെ പറയാം V ആണ്. ആ V എന്ന് പറയുന്നത് V0 പ്ലസ് ഡെൽറ്റ V ആണ്. അതായത് വോളിയം ഒരു ഡെൽറ്റ V ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മറ്റേ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ കൊടുത്ത ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ലെറ്റ് us say it is ഡെൽറ്റ T. അതേപോലെ തന്നെ ഫൈനൽ ടെമ്പറേച്ചർ T ആണെന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് സെയിം സ്ട്രാറ്റജി. The increase in volume will be directly proportional to change in temperature. The increase in volume will be directly proportional to the initial volume. അങ്ങനെയാണെങ്കിൽ increase in volume will be proportional to V0 delta T എന്ന് എഴുതാം. ഇതിൽ നിന്ന് increase in volume is equal to നമുക്ക് എന്ത് ചെയ്യാം a constant into V0 delta T. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ഗാമയാണ്. ഗാമ V0 delta T. ആരാണ് ഗാമ? ഗാമ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ആരാണ്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. നമുക്ക് ഈ മൂന്നാളുകളെയും നോക്കുകയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ബീറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ അല്ലെ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, ഗാമ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. അപ്പം ഇങ്ങനെ ഡെൽറ്റ വി ഇൻക്രീസ് ഇൻ വോളിയം, V0 ഇനീഷ്യൽ വോളിയം, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഇതിലും നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ വി എന്ന് പറയുന്ന ആരാണ്? ഇൻക്രീസ് ഇൻ വോളിയം. ഇൻക്രീസ് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്താണ്? അത് ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ആണ്. സോ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ഇസ് ഈക്വൽ ടു ഗാമ V0 ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. അതിൽ നിന്ന് ഫൈനൽ വോളിയം ഇസ് ഈക്വൽ ടു ആണെങ്കിൽ we can take this minus V0 over to here, V0 plus gamma V0 delta T, and taking V0 out you're going to get an equation and the V equal to V0 into 1 plus gamma delta T. So ഇതും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ആണ്. രണ്ട് ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ ഉള്ളത് ഒന്ന് ഇൻക്രീസ് ഇൻ വോളിയത്തിന്റെ ഇക്വേഷൻ, മറ്റേത് ഫൈനൽ വോളിയത്തിന്റെ ഇക്വേഷൻ. സോ ഹോപ്പ്ഫുള്ളി ദിസ് ഇസ് ഓൾസോ ക്ലിയർ ടു യു. അപ്പം നമുക്ക് ആൽഫ ആരാണ്, ബീറ്റ ആരാണ്, ഗാമ ആരാന്നൊക്കെ മനസ്സിലായി. അതിന്റെ ഓരോന്നിന്റെയും ഫോർമുല മനസ്സിലായി. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം. ഇനി ആൽഫനെ കണ്ടുപിടിക്കണം എന്ത് ചെയ്യാം? ആ ഡെൽറ്റ ഐലിന്റെ ഇക്വേഷനിൽ ബാക്കിയുള്ള ആളുകളെ മറ്റേ സൈഡിലേക്ക് ഉണ്ടായത്. ബീറ്റനെ കണ്ടുപിടിക്കണ ഡെൽറ്റ എയുടെ ഇക്വേഷനിലുള്ള ബീറ്റ ഒഴികെയുള്ള ബാക്കിയുള്ള ആളുകളെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. അതേപോലെ ഗാമ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഡെൽറ്റ വിയുടെ ഇക്വേഷനിൽ V0 ഡെൽറ്റ ടിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആൽഫ ആയിക്കോട്ടെ, ബീറ്റ ആയിക്കോട്ടെ, ഗാമ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എല്ലിന്റെ യൂണിറ്റും L0യുടെ യൂണിറ്റും ക്യാൻസൽ ആയി പോവും. പിന്നെ കെൽവിൻ റേസ് ടു -1. അതേപോലെ തന്നെ ബീറ്റയുടെ ആണെങ്കിലും ഗാമയുടെ ആണെങ്കിലും ഒക്കെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ റേസ് ടു -1 ആണ്. ഓർത്ത് വെച്ചു. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, മൂന്നിന്റെയും SI യൂണിറ്റ് കെൽവിൻ റേസ് ടു -1 ആണ്. ഇനി നമ്മൾ ചോദിക്കുകയാണ് ആൽഫ, ബീറ്റ, ഗാമ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുമോ? അപ്പം ആൽഫ, ബീറ്റ, ഗാമ അവർ തമ്മിലുള്ള റിലേഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് വി നോ L is equal to L0 into 1 plus alpha delta T. അറിയില്ലേ? അറിയാം. ഇനി നമ്മൾ ഒരു സ്ക്വയർ ഷീറ്റിനെ ഇമാജിൻ ചെയ്യാണ് വിചാരിച്ചോ. ഒരു സ്ക്വയർ ഷീറ്റ് എന്ന് പറയുന്നതിന്റെ ലെങ്ത് L0യും L0യും ആയിട്ട് ഇമാജിൻ ചെയ്തു. അപ്പൊ ആ സ്ക്വയർ ഷീറ്റിന്റെ ഇനീഷ്യൽ ഏരിയനെ A0 എന്ന് പറയുന്നതിനെ L0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോരെ?
സ്ക്വയർ ഷീറ്റ് ഇമാജിൻ ചെയ്യാണ്. അതിന്റെ സൈഡ് ലെങ്തുകൾ, ഇനീഷ്യൽ സൈഡ് ലെങ്തുകൾ L0 ആണെങ്കിൽ ആ സ്ക്വയർ ഷീറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, L0 സ്ക്വയർ എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ ആ ഒരു സ്ക്വയർ ഷീറ്റ് ടെമ്പറേച്ചർ കൂട്ടിയ സമയത്ത് അതിന്റെ ലെങ്ത് L ആയി മാറി. അപ്പൊ അതിന്റെ ഫൈനൽ ഏരിയ A ആയി മാറും. ആ ഫൈനൽ ഏരിയനെ L² എന്ന് എഴുതിയാലും പറയാം, മതി അല്ലെ? അങ്ങനെയാണെങ്കിൽ what we are going to do over here is ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് L² ആണ് അല്ലെ? സ്ക്വയർ ഷീറ്റിന്റെ ഫൈനൽ ഏരിയ L² ആണ്. അങ്ങനെയാണ് L എന്ന് പറയുന്നത് L0 × 1 + ആൽഫ ഡെൽറ്റ ടി അല്ലേ? അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ L² വാല്യൂ നമ്മൾ Lന്റെ വാല്യൂ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? L0 square into 1 + alpha delta t the whole square എഴുതാം. ഇനി അങ്ങനെയാണെങ്കിൽ L0 square അതേപോലെ തന്നെ ഈ 1 + alpha delta t the whole square-നെ നമുക്ക് എന്ത് ചെയ്യാം? A + b the whole square മോഡലിൽ എക്സ്പാൻഡ് ചെയ്യാം. A + b the whole square മോഡൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ A² that is 1 square plus 2ab A + b the whole square ആണ്. A² plus 2ab plus b² അല്ലേ? അപ്പൊ 2ab എന്ന് പറയുമ്പോൾ 2 × 1 × alpha delta t plus b² ആണെങ്കിൽ alpha square delta t square ഇങ്ങനെ എഴുതിക്കൂടെ? അതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനെ ഡെൽറ്റ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനെ ഡെൽറ്റ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെൽറ്റ ടി വളരെ ചെറുതാണ്. ഡെൽറ്റ ടി വളരെ ചെറുതാണ്. ചെറിയൊരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചറേ ഉള്ളൂ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ നമ്മൾ ഡെൽറ്റ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡെൽറ്റ ടി സ്ക്വയർ, ഡെൽറ്റ ടി വളരെ ചെറുതാണെങ്കിൽ ഡെൽറ്റ ടി സ്ക്വയർ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. അത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. ഈ 1 square plus 2 alpha delta t plus alpha square delta t സ്ക്വയറിൽ ഡെൽറ്റ ടി വളരെ ചെറുതായതുകൊണ്ട് ഡെൽറ്റ ടി സ്ക്വയർ വളരെ വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 ടേംസിൽ ഈ ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയറിന്റെ കോൺട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ്ലി നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അണ്ടർലൈൻ ചെയ്ത സാധനത്തിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എങ്ങനെ എഴുതാൻ പറ്റും? 1 + 2 ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്ത സാധനത്തിനെ 1 + 2 ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? അപ്പം നമുക്ക് ഇവിടെ അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഏരിയയെ നമുക്ക് L0 square into സംഭവം ഇതാണ് ശരിയായ ഇക്വേഷൻ എങ്കിലും അതിലെ മൂന്നാമത്തെ ടേം നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് അതിനെ നെഗ്ലക്ട് ചെയ്തു. 1 + 2 ആൽഫ ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടി. അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ്. ആയിക്കോട്ടെ. ആ L0 സ്ക്വയർ ആരാ? നമ്മൾ നോക്കുകയാണ്. L0 സ്ക്വയർ എന്ന് പറയുന്നത് A0 എന്ന് എഴുതിക്കൂടെ? സോ A = A0 × 1 + 2 ആൽഫ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ ഒരു ഇക്വേഷന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇതിനു മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെ നോക്കാം. അതായത് നമ്മൾ A = A0 × 1 + ബീറ്റ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുന്നേ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? A = A0 × 1 + 2 ആൽഫ ഡെൽറ്റ ടി എന്നുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ രണ്ടും എയുടെ കാര്യമല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബീറ്റ = 2 ആൽഫ, ബീറ്റ = 2 ആൽഫ എന്ന് കിട്ടില്ലേ? സോ ദിസ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. അപ്പൊ നമുക്ക് ബീറ്റ എന്ന് പറയുന്നതിനെ 2 ആൽഫ എന്ന് ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ? ബീറ്റ = 2 ആൽഫ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഗാമയുടെ റിലേഷൻ കണ്ടുപിടിക്കണം. ഗാമയുടെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് ഒരു ക്യൂബിക്കൽ സബ്സ്റ്റൻസ് ഇമാജിൻ ചെയ്തു. ഒരു
ക്യൂബിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഇമാജിൻ ചെയ്തു. ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ എല്ലാ സൈഡ് ലെങ്ത്തും സെയിം ആണ്. അങ്ങനെയാണ് ഈ ക്യൂബിക്കൽ സബ്സ്റ്റൻസിന്റെ ഓരോ സൈഡ് ലെങ്ത്തും ഇനീഷ്യൽ ആയിട്ടുള്ളത് L0 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 ആണെന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിക്കൽ സബ്സ്റ്റൻസിന്റെ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് L0 ക്യൂബ് എന്ന് പറഞ്ഞൂടെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിക്കൽ സബ്സ്റ്റൻസിന്റെ ഫൈനൽ വോളിയം, ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വോളിയം കൂടും, ക്യൂബ് വലുതാവും. അപ്പൊ അതിന്റെ ലെങ്ത്തുകൾ, സൈഡ് ലെങ്ത്തുകൾ L ആയി മാറും. ഫൈനൽ വോളിയത്തിനെ നമുക്ക് L ക്യൂബ് എന്നും പറഞ്ഞൂടെ പറയാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് L is equal to L0 into 1 plus alpha delta T ഇല്ലേ? നോക്ക്, നമ്മള് ഇതാ L is equal to L0 into 1 plus alpha delta T എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ കാര്യം എന്താ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ therefore we going to get V volume is equal to L ക്യൂബിന് പകരം L0 into 1 plus alpha delta T യുടെ ക്യൂബ്. അപ്പൊ അത് L0 ക്യൂബ് into 1 plus alpha delta T the whole cube. അങ്ങനെ എഴുതിക്കൂടെ? എഴുതല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഫൈനൽ വോളിയം V എന്ന് പറയുന്നത് നമുക്ക് L0 ക്യൂബ് എന്ന് പറയുന്നതിനെ V0 എന്ന് പറയാം അല്ലെ? L0 ക്യൂബ് V0 ആണ് എഴുതി. ഇനി 1 plus alpha delta T the whole ക്യൂബിനെ A plus B the whole cube മോഡലിൽ എക്സ്പാൻഡ് ചെയ്യാം. അതായത് A plus B the whole cube ആണെങ്കിൽ A cube plus 3A square B plus 3AB square plus B cube അല്ലേ? A plus B the whole cubeന്റെ എക്സ്പാൻഷൻ. അതേ രീതിയിൽ നമ്മൾ ഇവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ A ക്യൂബിന് പകരം 1 ക്യൂബ് എന്ന് പറയുന്നത് 1 പ്ലസ് 3A square B എന്ന് പറയുന്നത് 3 into 1 square 1 അല്ലേ? ഇൻറ്റു ബി എന്ന് പറയുമ്പം 3 ആൽഫ ഡെൽറ്റ ടി. അപ്പൊ 3A square B ആയി പ്ലസ് 3AB square എന്ന് പറയുന്നത് 3 into A എന്ന് പറയുന്നതിന് പകരം 1, B square എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ. അപ്പൊ നമുക്ക് 3AB square പകരമുള്ള ആളുമായി പ്ലസ് B ക്യൂബ് എന്ന് പറഞ്ഞാൽ ആൽഫ ഡെൽറ്റ ടി ദ ഹോൾ ക്യൂബ്, അതായത് ആൽഫ ക്യൂബ് ഡെൽറ്റ ടി ക്യൂബ്. അങ്ങനെ എഴുതി കൂടെ? ഇതിനു ശേഷവും നമ്മൾ എന്ത് ചെയ്യുക? എപ്രോക്സിമേഷൻ. ഓർക്കുന്നില്ലേ? ഡെൽറ്റ ടി വളരെ ചെറുതാണ്. ഡെൽറ്റ ടി വളരെ ചെറുതാണെങ്കിൽ ഈ ഒരു ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ വളരെ വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണ് ഡെൽറ്റ ടി ക്യൂബ് അതിനേക്കാൾ ചെറുതായിരിക്കും അല്ലെ? 0.1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.01 അല്ലാവുക. അതേപോലെ 0.1ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 0.001 അല്ലാവുക. അതേപോലെ ഡെൽറ്റ ടി വളരെ ചെറുതാണ്, ഡെൽറ്റ ടി സ്ക്വയർ വളരെ ചെറുതായിരിക്കും, ഡെൽറ്റ ടി ക്യൂബ് അതിനേക്കാൾ ചെറുതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ടേമിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഇവിടെ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. ഈ രണ്ട് ടേമിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ we are going to get V is equal to V0 into 1 plus 3 alpha delta T. 1 plus 3 alpha delta T. അങ്ങനെയാണെങ്കിൽ we are getting a relation V is equal to V0 into 1 plus 3 alpha delta T. നമ്മൾ നമ്മുടെ പ്രീവിയസ് ഡെറിവേഷൻ നോക്കുകയാണ്. നമുക്കിവിടെ വിക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ട്. എന്താ ഉള്ളത്? V is equal to V0 into 1 plus gamma delta T. ഞാൻ ഇവിടെ എഴുതട്ടെ. We know V is equal to V0 into 1 plus gamma delta T എന്നുള്ള റിലേഷൻ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ രണ്ട് റിലേഷനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും വിയുടെ ഇക്വേഷൻ ആണ്. രണ്ടിലും V0 ഉണ്ട്, രണ്ടിലും 1 ഉണ്ട്. ആകെയുള്ള ഡിഫറൻസ് ഒരു സ്ഥലത്ത് 3 ആൽഫ ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് ഗാമയാണ്. ദിസ് ഇസ് ദ ഓൺലി ഡിഫറൻസ് ഇൻ ദ ടു ഇക്വേഷൻസ് അല്ലെ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇത് ശരിയാവണമെങ്കിൽ 3 ആൽഫ സിക്കൽ ടു ഗാമ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മുന്നേ കിട്ടിയത് എന്താ? നമുക്ക് കുറച്ച് മുന്നേ കിട്ടിയത് ബീറ്റ സിക്കൽ 2 ആൽഫ അല്ലെ? ബീറ്റ സിക്കൽ 2 ആൽഫ. അപ്പം ബീറ്റ എന്ന് പറയുന്നത് 2 ആൽഫയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ we could say
ആൽഫ ഇസ് ടു ബീറ്റ ഇസ് ടു ഗാമ. അതിനെ നമുക്ക് ആൽഫ ഇസ് ടു 2 ആൽഫ ഇസ് ടു 3 ആൽഫ എന്നൊക്കെ എഴുതാൻ പറ്റും. which is 1 is to 2 is to 3. അപ്പൊ ആൽഫ ഇസ് ടു ബീറ്റ ഇസ് ടു ഗാമ എന്ന് പറയുന്നതിനെ 1 is to 2 is to 3 എന്ന് എഴുതാമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ബാക്ക് ടു അവർ മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്പം വ്യക്തമായി? we know the thermal expansion. thermal expansion നമുക്ക് linear expansion, aerial expansion, superficial expansion, volume expansion, cubical expansion എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ എക്സ്പാൻഷനിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ട രണ്ട് റിലേഷൻസ് ഡെൽറ്റ എൽ ഇസിക്കൽ ടു ആൽഫ എൽ സീറോ ഡെൽറ്റ ടി, കൂടാതെ ഫൈനൽ ലെങ്ത് ഇസിക്കൽ എൽ സീറോ ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഏരിയൽ എക്സ്പാൻഷനിൽ ഡെൽറ്റ എ ഈക്വൽ ടു ബീറ്റ എ സീറോ ഡെൽറ്റ ടി, കൂടാതെ എ ഈക്വൽ ടു എ സീറോ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി. ക്ലിയർ? അതേപോലെ തന്നെ വോളിയം എക്സ്പാൻഷനിലെ ക്യൂബിക്കൽ എക്സ്പാൻഷനിൽ ഡെൽറ്റ വി ഈക്വൽ ടു ഗാമ വി സീറോ ഡെൽറ്റ ടി, കൂടാതെ ഫൈനൽ വോളിയം വി ഈക്വൽ ടു വി സീറോ ഇൻറ്റു 1 പ്ലസ് ഗാമ ഡെൽറ്റ ടി. ഇതാണ് നമ്മളുടെ 3 ടൈപ്പ് എക്സ്പാൻഷൻ. അതിൽ ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റ ആൻഡ് ഗാമ എന്ന് പറയുന്നത് ആൽഫ ഇസ് ടു ബീറ്റ ഇസ് ടു ഗാമ വിച്ച് ഇസ് 1 is to 2 is to 3. 1 is to 2 is to 3. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് മനസ്സിലായി അല്ലെ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക് പറയാം. ഞാൻ അടുത്ത ടോപ്പിക് പറയുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഒരൊറ്റ സ്ട്രെച്ചിൽ വാച്ച് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഓരോ ബ്രാഞ്ചുകളെങ്കിലും ഒരു സ്ട്രെച്ചിൽ വാച്ച് ചെയ്തിട്ട് അതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാം. അടുത്ത സെക്ഷൻ എന്ത് ചെയ്യുന്നാല് നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ടാണെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെയും റീവാച്ച് ചെയ്ത് തുടങ്ങിയാലും മതി. സോ നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് സെഷൻ. അപ്പം നമുക്ക് അടുത്തതായിട്ട് സംസാരിക്കേണ്ട ബ്രാഞ്ച് ഹീറ്റ് കപ്പാസിറ്റി. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഹീറ്റ് കപ്പാസിറ്റിയിൽ നമ്മൾ 2 ഡിഫറെന്റ് ടൈപ്പ് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ പറ്റി പറയണം. എന്തായാലും തൽക്കാലം ലെറ്റ് us speak about the heat capacity. ഹീറ്റ് കപ്പാസിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നതിനാല് നോർമൽ ആയിട്ട് വാട്ട് ഇസ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് നമുക്കിപ്പം ഒരു മൊബൈൽ എടുത്തു. ഈ മൊബൈലിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ നിൽക്കാം. ഇതിനിപ്പം ഒരു ഡെഫിനറ്റ് ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് ഇതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് എത്ര ഹീറ്റ് കൊടുക്കണം, അതായിരിക്കും ഈ മൊബൈലിന്റെ ഹീറ്റ് കപ്പാസിറ്റി. മൊബൈല് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ വേണ്ടി എത്ര ഹീറ്റ് ഇതിലേക്ക് കൊടുക്കണം, അതായിരിക്കും ഈ മൊബൈലിന്റെ ഹീറ്റ് കപ്പാസിറ്റി. ഇപ്പൊ ഈ പെന്നിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെന്ന് ഇപ്പോൾ നിൽക്കുന്ന ഈ ടെമ്പറേച്ചറിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് ആ പെന്നിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റ്. അപ്പം ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഇസ് ദ amount of heat that is required to raise the temperature by 1 degree Celsius. Heat capacity of any substance is the amount of heat that is required to raise the temperature of that substance by 1 degree Celsius. അപ്പം അതാണ് നമ്മളുടെ ഹീറ്റ് കപ്പാസിറ്റി. ഇനി ഹീറ്റ് കപ്പാസിറ്റിക്ക് പകരം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താന്ന് ചോദിച്ചു. നമ്മളോട് ചോദിക്കുകയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്താണ്. അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഈ പെന്നിന്റെ കേസ് തന്നെ എടുക്കാം. ഈ പെന്നിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിക്കുകയാണ്. തൽക്കാലത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഈ പെൻ ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറിനോണ്ടാണ്. അപ്പം ഈ പെന്നിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിനെ ഇതേ സ്റ്റേറ്റിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റ് ആണ്.
പക്ഷെ ഇതിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പറിനോണ്ടാണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ, അതായത് യൂണിറ്റ് മാസ് ഓഫ് കോപ്പറിനെ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാനുള്ള ഹീറ്റ് ആണെങ്കിൽ, സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ ഒരു സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റ്. സോ what is specific capacity of a material? It is the amount of heat required to raise the substance, you raise the unit mass of substance by 1 degree Celsius or 1 Kelvin. 1 degree Celsius rise ചെയ്യാന്ന് പറയുന്നു, 1 Kelvin rise ചെയ്യാന്ന് പറയുന്നു, സെയിം തന്നെയാണ്. Amount of heat required to raise the temperature of unit mass of substance by 1 degree Celsius അല്ലെങ്കിൽ 1 Kelvin. അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. Amount of heat required to raise the temperature of unit mass of substance by 1 degree Celsius. അപ്പം ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാനുള്ള ഹീറ്റ് ആണെങ്കിൽ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി സെൽഷ്യസിന്റെ 1 കെൽവിൻ റൈസ് ചെയ്യാനുള്ള ഹീറ്റ്. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഹീറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഹീറ്റും തമ്മിലുള്ള റിലേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കാൽക്കുലേഷൻ പർപ്പസിലൊക്കെ ഓർത്ത് വെച്ചോ. ദാറ്റ് ഇസ് Q is equal to Cm delta T. Q is equal to Cm delta T. Q is equal to Cm delta T. ആരാണ് Q? Q ആണ് ഹീറ്റ്. Q ഇവിടെ എന്താണ്? ഹീറ്റ്. C എന്ന് പറയുന്ന ആളാണ് നമ്മളിപ്പോ പറഞ്ഞ ആള്. ആര്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. M എന്ന് പറയുന്നത് the mass of substance and delta T എന്ന് പറയുന്നത് increase in temperature and change in temperature. അപ്പം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. നമ്മൾ ഓർത്ത് വെക്കേണ്ട റിലേഷൻ Q is equal to Cm delta T. അതിൽ C ആണ് നമ്മുടെ സ്പെസിഫിക് കപ്പാസിറ്റി. അങ്ങനെയാണ് ഇതിൽ നിന്ന് C is equal to ആണെങ്കിൽ Q divided by M delta T എന്നുള്ള റിലേഷനും നമുക്ക് ഉണ്ടാക്കാം. ഇനി അതില് കാൽക്കുലേഷൻ പേർപ്പസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. കാൽക്കുലേഷൻ പേർപ്പസിൽ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ 1 calorie gram raised to -1 Celsius raised to -1 ആണ്. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഏത് യൂണിറ്റില്? കാലറി പെർ ഗ്രാം പെർ സെൽഷ്യസിൽ. ഓക്കെ. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്നാല് ഐസിന്റെയും സ്റ്റീമിന്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഐസിന്റെ ആയിക്കോട്ടെ സ്റ്റീമിന്റെ ആയിക്കോട്ടെ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1/2 calorie per gram per Celsius ആണ്. 1/2 calorie per gram per Celsius. ആരെ? ഐസിന്റെയും സ്റ്റീമിന്റെയും. വാട്ടറിന്റെ എത്രയാ? 1 calorie per gram per Celsius. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിൽ അറിയേണ്ട വേറൊരു സാധനം മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ റൈസ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ അല്ല, പകരം 1 മോൾ ഓഫ് സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ റൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റ്. അതായത് വാട്ട് ഇസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? It is the amount of heat required to raise the temperature of 1 mole of substance through 1 degree Celsius or 1 Kelvin. Amount of heat required to raise the temperature of 1 mole of substance through 1 degree Celsius or 1 Kelvin. അതാണ് നമ്മളുടെ എന്തെന്നുണ്ടെങ്കിൽ നമ്മളുടെ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. നമ്മളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ നമുക്ക് Q അല്ലെ C is equal to Q divided by M delta T എന്ന് എഴുതുകയാണെങ്കിൽ
നമുക്ക് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ഫോർമുലയിൽ C is equal to Q divided by N delta T. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ്. ബാക്കിയെല്ലാം സെയിം. അതിൽ C എന്ന് പറയുന്ന ക്യാപിറ്റൽ C. വെറും നമ്മളെ സ്പെസിഫിക് കപ്പാസിറ്റി, വെറും സ്പെസിഫിക് കപ്പാസിറ്റി ആണെങ്കിൽ അത് സ്മോൾ c എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആണെങ്കിൽ അത് ക്യാപിറ്റൽ C ആയിരിക്കും. ക്യാപിറ്റൽ C. മറന്നു പോണ്ട. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, സ്പെസിഫിക് കപ്പാസിറ്റി എന്താണ്, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി എന്താണ്, അതിനൊക്കെ റിലേറ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് ലാറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി. എന്ത്? ലാറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി. ഈ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് ഹിഡൻ ഹീറ്റ്. ഹിഡൻ ഹീറ്റ്. നമ്മളുടെ ഒരു സാധാരണ ഒരാളുടെ ചിന്താഗതിയാണ് എന്ത് പറഞ്ഞാല്, ഒരു സബ്സ്റ്റൻസിന്റെ മേലേക്ക് ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കൂടുന്നു. ചോദിക്കുകയാണ്, സാധാരണ ഒരു സബ്സ്റ്റൻസിന്റെ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ ടെമ്പറേച്ചർ കൂടൂലേ? ചില സിറ്റുവേഷനിൽ സബ്സ്റ്റൻസിലേക്ക് ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ ടെമ്പറേച്ചർ കൂടും. അപ്പൊ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടാത്ത സാഹചര്യം ഉണ്ടോ? ഉണ്ട്. അപ്പം ആ കാര്യത്തിനെയാണ് നമ്മൾ ഇവിടെ അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കി ഒരു വാട്ടർ ഇപ്പൊ ഉള്ളത് ഒരു 30 ഡിഗ്രി സെൽഷ്യസിലാണ്. 30 ഡിഗ്രി സെൽഷ്യസിൽ ആ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ടെമ്പറേച്ചർ കൂടും. 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിൽ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ പിന്നെ 40 ഡിഗ്രി സെൽഷ്യസ് ആവും, 50 ഡിഗ്രി സെൽഷ്യസ് ആവും, 60 ഡിഗ്രി സെൽഷ്യസ് ആവും, 70 ഡിഗ്രി സെൽഷ്യസ് ആവും, 80 ഡിഗ്രി സെൽഷ്യസ് ആവും, 90 ഡിഗ്രി സെൽഷ്യസ് ആവും, പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ് ആവും. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ടർ 90 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസ് ആയെന്ന് കരുതും. അതിനുശേഷവും നമ്മൾ ഹീറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നേരെ 100 ഡിഗ്രി സെൽഷ്യസ് 101 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുകയാണോ ചെയ്യുക? അല്ല. 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയ വാട്ടർ പിന്നെ ഹീറ്റിനെ വലിച്ചെടുക്കും. പക്ഷെ കുറച്ചു നേരത്തേക്ക് അതിന്റെ ടെമ്പറേച്ചർ പിന്നെ മാറില്ല. അപ്പൊ പിന്നെ ആ ഹീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയ വാട്ടർ പിന്നെ വലിച്ചെടുക്കുന്ന ഹീറ്റിനെ മുഴുവൻ അതിന്റെ സ്റ്റേറ്റ് മാറാനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് മാറാൻ. അതായത് അത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആദ്യം ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ പിന്നെ അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും, അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഹീറ്റിനെ മുഴുവൻ ഉപയോഗിക്കുന്നത്. അപ്പം അതിനുശേഷം 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയ വാട്ടർ പിന്നെ വലിച്ചെടുക്കുന്ന ഹീറ്റിനെ മുഴുവൻ അത് അതിന്റെ സ്റ്റേറ്റ് മാറാനാണ് യൂസ് ചെയ്യുക. ആ ഒരു പരിപാടിയെ നമ്മൾ വാപ്പറൈസേഷൻ എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്താണ്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറയുന്നത് the amount of heat required to change the state of unit mass of substance. അതായത് ഹീറ്റ് റിക്വയർഡ് ആണ് എന്തിന്? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ, അല്ലാണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനല്ല, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ. ആരെ? യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ. എവിടുന്ന് എവിടേക്ക്? ലിക്വിഡ് സ്റ്റേറ്റ് നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റൻസിൽ, യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് latent heat of vaporization is the amount of heat required to change the state of unit mass of substance. Latent heat of vaporization is the amount of heat required to change the state of unit mass of substance from liquid state to vapor state. Liquid state to vapor state. അതിനെയാണ് നമ്മൾ latent heat of vaporization എന്ന് വിളിക്കുക. Latent heat of vaporization. ഇനി നമുക്ക്
ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന് റിലേറ്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട റിലേഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന് റിലേറ്റ് ആയിട്ടുള്ള നമുക്ക് ഓർത്തു വെക്കേണ്ട റിലേഷൻ Q is equal to M into LV എന്നാണ്. Q is equal to M into LV, where Q എന്ന് പറയുന്നത് ഹീറ്റ് ആണ്, M എന്ന് പറയുന്നത് മാസ്, LV എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. LV എന്ന് പറയുന്നതാണ് നമ്മളുടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അല്ലേ. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാല് നമ്മള് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നതിൽ ഓർത്തു വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയുന്നത് 540 കാലറി പെർ ഗ്രാം ആണ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയുന്നത് 540 കാലറി പെർ ഗ്രാം ആണ്. അതായത് 1 ഗ്രാം വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക്, 1 ഗ്രാം വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എത്ര ഹീറ്റ് ആവശ്യമുണ്ട്? 540 കാലറി ആവശ്യമുണ്ട്. 1 ഗ്രാം വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 540 കാലറി ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മളപ്പം ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്താണെന്ന് മനസ്സിലായി. യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് വേണ്ട, ഇത് സ്ട്രൈക്ക് ഓഫ് ചെയ്യട്ടെ. യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കുക. റിലേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ Q is equal to M into latent heat of vaporization. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഉണ്ട്. എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ? അപ്പം നമ്മൾ പറയാം ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സാധനത്തിനെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാനും പറ്റും അല്ലെ. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിനെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാനും പറ്റും. അതും ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് മാസ് ഓഫ് വാട്ടർ, യൂണിറ്റ് മാസ് ഓഫ് വാട്ടറിനെ 1 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് വെറുതെ എഴുതിക്കൊടുത്താണ്, ഇത് ക്യാൻസൽ ചെയ്യട്ടെ. യൂണിറ്റ് മാസ് ഓഫ് വാട്ടറിനെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ടി വരിക, കൊടുക്കല്ല, പുറത്തേക്ക് എടുക്കുകയാണ്. പക്ഷെ എന്നാലും ഹീറ്റ് ചേഞ്ച് ഉണ്ട്. ഹീറ്റ് റിക്വയർഡ് ഫോർ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ടു ബി കൺവേർട്ടഡ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റ്, അതിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കും. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലിക്വിഡ് സ്റ്റേറ്റിന് സോളിഡ് സ്റ്റേറ്റിലേക്ക് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ റിലേഷൻ അത് Q is equal to M into LF. This is the relation for latent heat of fusion, which is Q is equal to M into LF. അതിൽ Q എന്ന് പറയുന്നത് ഹീറ്റ് ആണ്, M എന്ന് പറയുന്നത് മാസ് ഓഫ് സബ്സ്റ്റൻസ്, LF എന്ന് പറയുന്നത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 80 കാലറി പെർ ഗ്രാം ആണ്. അതായത് യൂണിറ്റ് മാസ് ഓഫ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്, യൂണിറ്റ് മാസ് ഓഫ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്. അതിനെ സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ഹീറ്റ് എന്ന് പറയുന്നത് 80 കാലറി ആണ്. യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഇവിടെ 1 ഗ്രാം ഓഫ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 80 കാലറി ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കുമ്പോൾ കാൽക്കുലേഷൻ പർപ്പസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം, നമ്മൾ സാധാരണ ജൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ആയിട്ട് പറയാറ്. പക്ഷെ ഇവിടേക്ക് അധികവും കാലറിയുടെ ടേംസിലാണ് നമുക്ക് ഈ ഒരു ട്രാൻസിഷനിലൊക്കെ ഹീറ്റിന്റെ യൂണിറ്റ് തരിക. അങ്ങനെയാണെങ്കിൽ 1 കാലറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. 1 കാലറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. ഈ കാര്യവും നിങ്ങളൊന്ന് ഓർത്തു വെക്കാം. ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് ഓവർ ഹിയർ. അപ്പം നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലായി. ഇനി
ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഗ്രാഫിനെ പറ്റിയിട്ടാണ്. ഗ്രാഫിനെ പറ്റിയിട്ട് ആ ഗ്രാഫിനെ നമ്മൾ ലാറ്റന്റ് ഹീറ്റ് കർവ് എന്ന് വിളിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രാഫ് ഏതാണ്? ലാറ്റന്റ് ഹീറ്റ് കർവ്. അപ്പം എന്താണ് ലാറ്റന്റ് ഹീറ്റ് കർവ് എന്ന് ഞാൻ പറയട്ടെ. ലാറ്റന്റ് ഹീറ്റ് കർവ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറും ഹീറ്റിനെയും വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ്. ടെമ്പറേച്ചറും ഹീറ്റിനെയും വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഈ എക്സ് ആക്സിസിൽ നമുക്ക് തൽക്കാലത്തേക്ക് ലെറ്റസ് ഗീവ് ഹീറ്റ് ആണ് നമ്മൾ എക്സ് ആക്സിസിൽ കൊടുത്തത്. ഹീറ്റ് നമ്മൾ ക്യൂ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യും. വൈ ആക്സിസിൽ നമുക്ക് ലെറ്റ്സ് ടേക്ക് ടെമ്പറേച്ചറിനെ നമുക്ക് കെൽവിനിലാണ് നമ്മൾ ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ 0 കെൽവിൻ പോയിന്റ് ആണ്. 0 കെൽവിൻ പോയിന്റ്. ഇനി അതിന്റെ മുകളിലായിട്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ 273 കെൽവിൻ പോയിന്റ്. 273 കെൽവിൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ് അല്ലെ. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ആരുണ്ടാവും? നമ്മളുടെ തൽക്കാലത്തേക്ക് 373 കെൽവിൻ പോയിന്റ്. 373 കെൽവിൻ പോയിന്റ്. 273 കെൽവിനെ നമുക്ക് വേണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്നും പറഞ്ഞൂടെ? 373 കെൽവിനെ അല്ല 100 ഡിഗ്രി സെൽഷ്യസ് അല്ല 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. 273 കെൽവിനെ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ്, 373 കെൽവിൻ ആണ് നമ്മളുടെ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. ഇനി ഇതിന്റെ ഗ്രാഫ് നമുക്ക് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ ഗ്രാഫ് ഈ രീതിയിൽ ഇങ്ങനെ പോകും. അതായത് തുടക്കത്തിൽ നമ്മൾ 0 കെൽവിനിൽ നിന്ന് ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. എവിടെ വരെ? 273 കെൽവിൻ വരെ. പിന്നീട് ഇവിടെ നിന്ന് ഗ്രാഫ് ഈ രീതിയിൽ ഇങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുക. അതായത് 273 കെൽവിൻ എത്തി, അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എത്തി, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അതിന്റെ സ്റ്റേറ്റിനെ മാറാനാണ് കുറച്ചു നേരം യൂസ് ചെയ്യുക. അതായത് പിന്നെ കുറെ നേരത്തേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യില്ല, പക്ഷെ അത് സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം മുഴുവൻ വാട്ടറും സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം പിന്നെയും എന്ത് ചെയ്യും? ഹീറ്റ് കൂട്ടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. എന്നിട്ട് അത് പിന്നെ നമ്മളുടെ ആ ഒരു 373 കെൽവിൻ പോയിന്റ് എത്തും. ആ 373 കെൽവിൻ പോയിന്റ് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നാൽ പിന്നെ സ്റ്റേറ്റ് ചേഞ്ച് നടക്കും. അതായത് ഇപ്പം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളം ഇനി വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറണം. ഇപ്പം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളം വേപ്പർ സ്റ്റേറ്റിലേക്ക്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ കുറച്ചു നേരത്തേക്ക് അതിന്റെ സ്റ്റേറ്റ് മാറാനാണ് യൂസ് ചെയ്യുക. സ്റ്റേറ്റ് മാറും. ഇനി അതിനുശേഷം മുഴുവൻ വാട്ടറും സ്റ്റീമായി കഴിഞ്ഞതിന് ശേഷം പിന്നെയും എന്ത് ചെയ്യും? ഈ പരിപാടി നടക്കും. സോ ദിസ് ഇസ് ദ ലാറ്റന്റ് ഹീറ്റ് കർവ്. ഇതിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് കർവ് എന്ന് വിളിക്കുക. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ 373 കെൽവിൻ അല്ലെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് സംഭവിക്കുന്നുണ്ടാല് നമ്മളുടെ സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നുണ്ടാവും. അതായത് ഇവിടെ നിന്ന് പിന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക്, ഇവിടെ എത്തുമ്പോഴേക്കും ആ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മുഴുവൻ സാധനം വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്നാണ് പിന്നെയും ടെമ്പറേച്ചർ റൈസ് ചെയ്യാം. അപ്പം ഈ ഒരു ഗ്രാഫിനെ നമ്മൾ ലാറ്റന്റ് ഹീറ്റ് കർവ് എന്ന് വിളിക്കും. ലാറ്റന്റ് ഹീറ്റ് കർവ്. അപ്പം ലാറ്റന്റ് ഹീറ്റ് കർവിനെയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു ആരോ ഇടുകയാണെങ്കിൽ ഇവിടുന്ന് നടക്കുന്ന ട്രാൻസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്കുള്ള കൺവേർഷൻ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ആരോ ഇട്ടിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ട്രാൻസിഷൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ആരോ ഇടുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് അല്ലെ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ലാറ്റന്റ് ഹീറ്റ് കർവ്. ലാറ്റന്റ് ഹീറ്റ് കർവ്. അപ്പൊ നമ്മളുടെ എന്ത് ചെയ്തു?
ലാറ്റന്റ് ഹീറ്റ് കർവും അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റിന് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് ഇവിടെ ഹീറ്റ് കപ്പാസിറ്റിന് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഇതിന്റെ കൂടെ വേറൊരു ലിങ്ക് ഞാൻ സെൻഡ് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റിയെ റിലേറ്റ് ആയിട്ടുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ റെഫർ ചെയ്യാം. അത് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ബ്രാഞ്ച്. അടുത്ത ബ്രാഞ്ചിലേക്ക് പോകാം. ഇനി ഓക്കെ കുട്ടികളെ, അപ്പൊ നമുക്ക് അടുത്ത ബ്രാഞ്ച് നമ്മളുടെ ഹീറ്റ് ട്രാൻസ്ഫർ. സോ ലെറ്റ് us learn about the branch heat transfer. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിൽ നമ്മൾ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വേറൊരു സബ്സ്റ്റൻസിലേക്ക് ഏതൊക്കെ രീതിയിലാണ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പഠിക്കുന്നത്. സോ അതില് ഹീറ്റ് ട്രാൻസ്ഫർ അത് മെയിൻ ആയിട്ട് 3 രീതിയിലാണ് നടക്കാറ്. ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വേറൊരു സബ്സ്റ്റൻസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിന് 3 രീതിയാണുള്ളത്. ഒന്ന് കണ്ടക്ഷൻ, അടുത്തത് കൺവെക്ഷൻ, and the third one is radiation. Conduction, convection, radiation. ഇതാണ് നമ്മളുടെ 3 methods by which heat is transferred from one substance to another. ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വേറൊരു സബ്സ്റ്റൻസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ആണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അതിൽ ആദ്യം തന്നെ നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്ന ആളെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു അയൺ റോഡ് എടുത്തിട്ട് ആ അയൺ റോഡിന്റെ ഒരു എൻഡിൽ പിടിച്ചിട്ട് മറ്റേ എൻഡ് നിങ്ങൾ അടുപ്പിന്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയുടെ മേലേക്കോ മറ്റും വെക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ മെഴുകുതിരിയുടെ മേലെ വെച്ച എൻഡിൽ നിന്നുള്ള ചൂട് നിങ്ങളുടെ കൈയുടെ അടുത്തേക്ക് എത്തും. മെഴുകുതിരിയുടെ മേലെ വെച്ച ആ ഒരു അയൺ റോഡിന്റെ അവിടെയുള്ള ചൂട് നമ്മളെ കൈയുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ആവും. ആ ഒരു മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ ആണ്. അതായത് ഒരു മീഡിയത്തിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. കണ്ടക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന് മീഡിയം ആവശ്യമാണോ? അതെ, മീഡിയം എന്തായാലും ആവശ്യമാണ്. മീഡിയം ആവശ്യമുണ്ട്. ആ മീഡിയം ആക്ച്വൽ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, അതായത് മെഴുകുതിരി വെച്ച ആ പോയിന്റിലുള്ള അയേണ് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. മീഡിയം ആക്ച്വൽ ആയിട്ട് മൂവ് ചെയ്യുന്നില്ല. മീഡിയത്തിനുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വരികയാണ്. മീഡിയത്തിനുള്ള പാർട്ടിക്കിൾസ്, ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യും, അത് മറ്റേ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ വൈബ്രേഷൻ ആണ് ഹീറ്റിന്റെ രൂപത്തിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. സോ ദ ഹീറ്റ് ട്രാൻസ്ഫർ in which the medium is required, but there is no actual movement of medium in the heat transfer. മീഡിയം ആവശ്യമുണ്ട്. മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ. സോ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷനിൽ മീഡിയം is required, and is the particles inside the medium actually moving? No, they are not actually moving. The vibration is transmitted. ഈ കാര്യം ഇനി നമുക്ക് എൻട്രൻസ് പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആണ് കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇതിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. എന്തായാലും കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റിനെ പറയാൻ വേണ്ടിയിട്ട് അതിന് റിലേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റിനെ റിലേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Q is equal to KA into T1 minus T2 into small t divided by x. ഇതാണ് കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഇതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻസ് ഒക്കെ പരിചയമുള്ളതുകൊണ്ട് നമുക്കറിയാം Q എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആണ് Q. അതില് നമ്മളിപ്പോ കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ബ്രാക്കറ്റിൽ K എന്ന് കാണുന്നത് കൊണ്ട് K എന്ന് പറയുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. A
എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ. എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി T1 - T2 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒരു പെൻ എടുത്തു. ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെന്ന് കരുതും. ഈ പെന്നിന്റെ രണ്ട് എൻഡും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഈ T1 - T2. അല്ലെങ്കിൽ ഒരു എൻഡിലുള്ള ടെമ്പറേച്ചർ ആണ് T2 എങ്കിൽ മറ്റേ എൻഡിലുള്ള ടെമ്പറേച്ചർ ആണ് T1. അപ്പം ഹൈ ടെമ്പറേച്ചർ റീജിയൻ ഒരു സൈഡ് ആയിരിക്കും, ലോ ടെമ്പറേച്ചർ റീജിയൻ വേറൊരു സൈഡ് ആയിരിക്കും. അപ്പൊ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫറിന് കാരണമാവുന്നത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണ് രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ ആണ് T1ഉം T2ഉം. T എന്ന് പറയുന്നത് ആ Q ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ടൈം, എക്സ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലില് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഡിസ്റ്റൻസ്. ഈ പെന്നിന്റെ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പം ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഇനി നമ്മളിപ്പം എന്ത് ചെയ്യാം, ഇതിനെ നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ യൂണിറ്റ് തിക്നെസ് എക്സ് 1 ആണ്. അതേപോലെ T1ഉം T2ഉം തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 1 ആണ്. ഒരു സ്ഥലത്ത് T ടെമ്പറേച്ചറും മറ്റേ സ്ഥലത്ത് T-1 ഡിഗ്രി എന്താണ് ടെമ്പറേച്ചറുമാണ് ഉള്ളതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ പറയാണ് T1 - T2 1. അതേപോലെ യൂണിറ്റ് ടൈമിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സ്മോൾ ടിയുടെ വില 1, എക്സിന്റെ വില 1. അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ആ സമയത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഈ കാര്യത്തിനെ ഡിഫൈൻ ചെയ്യാം. എന്തായാലും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് റിലേറ്റഡ് ടു ദ കണ്ടക്ഷൻ. അതിലുള്ള റിലേറ്റ് ആയിട്ടുള്ള ഫോർമുല ഇതാണ്, ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷനിൽ വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കണ്ടക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൽ നമുക്ക് അറിയേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം, എയർ എന്ന് പറയുന്നത് ഒരു ബാഡ് കണ്ടക്ടർ ആണ്. എയർ എന്താണ്, ഒരു ഗുഡ് കണ്ടക്ടർ ആണോ ബാഡ് കണ്ടക്ടർ ആണോ? എയർ എന്ന് പറയുന്നത് ഒരു ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഒരു വളരെ ബാഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയർ ഒരു ബാഡ് കണ്ടക്ടർ ആണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു കട്ടി കൂടിയ ഒരു പുതപ്പെടുത്ത് പുതയ്ക്കുകയാണെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മളുടെ ശരീരം ചൂടായി നിൽക്കും. പക്ഷേ അതേ കട്ടി കൂടിയ പുതപ്പ് നമ്മളൊരു ഐസിന്റെ മേലെ പുതപ്പിക്കുകയാണെങ്കിൽ ആ ഐസ് പെട്ടെന്ന് ഉരുകി പോവല്ല ചെയ്യുക, ഐസ് കുറെ നേരം ലാസ്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? കാരണം പുതപ്പ് നമുക്ക് ചൂട് തരികയല്ല ചെയ്യുന്നത്, പുതപ്പ് ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുക. പുതപ്പ് ഒരു തെർമൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. കട്ടി കൂടിയ പുതപ്പിൽ കുറെ നാരുകൾ ഉണ്ടാവും, ഫർ. അതിന്റെ ഇടയിലൊക്കെ എയർ ട്രാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ലാർജ് ഫർ ഉള്ള പുതപ്പിന്റെ ഇടയിലുള്ള ട്രാപ്പ് ചെയ്ത എയർ ഒരു തെർമൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതുവഴി നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ഉള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ചൂടിനെ പുറത്തേക്ക് നഷ്ടപ്പെടുന്നതിനെ എന്ത് ചെയ്യും, ആ ഒരു പുതപ്പ് ബ്ലോക്ക് ചെയ്യും. അതേപോലെ ഐസ് നമ്മൾ ഒരു പുതപ്പെടുത്ത് പുതയ്ക്കുകയാണെങ്കിൽ ആ പുറമേ നിന്നുള്ള ടെമ്പറേച്ചർ ഐസിലേക്ക് കയറി വരുന്നതിനെയും എന്ത് ചെയ്യും, ആ പുതപ്പ് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഒരു ഐസ് ഒരു ബ്ലാങ്കറ്റിൽ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് എന്ത് ചെയ്യുന്നതെന്നാൽ നമ്മളുടെ ഫോറിൻ കൺട്രിയിലൊക്കെ എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റിൽ അവർ ഒരു ലെയർ ഡ്രസ്സ് ഇടുന്നതിന് പകരം 2 or 3 ലെയർ ഡ്രസ്സ് ഇടുന്നത്. ആ ഡ്രസ്സുകൾക്കിടയിലുള്ള എയർ എന്ത് ചെയ്യും, ഒരു തെർമൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് ശരീരത്തിലുള്ള ചൂടിനെ അവിടെ തന്നെ നിലനിർത്താൻ സഹായിക്കും. അതേപോലെ തന്നെ മോർണിംഗ് ടൈമിലൊക്കെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ പക്ഷികളൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടയായിട്ട് നിൽക്കുന്നുണ്ടാവും, നല്ല പഫ് ചെയ്ത് നിൽക്കുന്നു. അവര് ഹീറ്റ് പുറത്തേക്ക് പോകുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഐഡിയ അവർ യൂസ് ചെയ്യാണ്, നമ്മളുടെ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷന്റെ ഐഡിയ. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് കണ്ടക്ഷനെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എയർ ഇസ് എ ബാഡ് കണ്ടക്ടർ. എക്സ്കിമോസ് ഇഗ്ലൂ ഉണ്ടാക്കുന്നുണ്ട്. ഇഗ്ലൂവിൽ അവര് 2 ലെയർ ഓഫ് ഐസ് വെച്ചിട്ടാണ് ഇഗ്ലൂ ഉണ്ടാക്കുന്നത്. ആ ഇഗ്ലൂവിന്റെ ഉള്ളിൽ അവർക്ക് എന്ത് ചെയ്യും, ചൂടോടുകൂടി നിൽക്കാൻ പറ്റും. കാരണം 2 ലെയർ ഓഫ് ഐസിന്റെ ഇടയിലുള്ള എയർ എന്ത് ചെയ്യും, ഒരു തെർമൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട്
പുറമെയുള്ള എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള എൻവയറമെന്റൽ ടെമ്പറേച്ചറിനെ ആ ഇഗ്ലൂവിന്റെ ഉള്ളിലേക്ക് എത്താതെ അവർ ബ്ലോക്ക് ചെയ്യും. ഇതൊക്കെ കണ്ടക്ഷന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ the next type of heat transfer, the next type of heat transfer is convection. നമ്മുടെ അടുത്ത ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ വിളിക്കുന്ന പേര് കൺവെക്ഷൻ എന്നാണ്. കൺവെക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൽ എന്ത് ചെയ്യും? നമുക്ക് അറിയേണ്ടത് കൺവെക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൽ മീഡിയം ആവശ്യമുണ്ടോ? മീഡിയം ആവശ്യമുണ്ട്. മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ആക്ച്വൽ ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ആവോ അല്ലെ മൂവ് ചെയ്യോ? യെസ്, മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ആവും. അതായത് നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിനെ തിളപ്പിക്കുകയാണ് വിചാരിച്ചു. ആ പാത്രത്തിന്റെ അടിഭാഗത്താണ് നമ്മൾ ചൂട് കൊടുക്കുന്നതെങ്കിൽ ആ അടിഭാഗത്തുള്ള വാട്ടർ മോളിക്യൂള് ആ ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് ആ വാട്ടർ മോളിക്യൂള് പതിയെ മുകളിലേക്ക് നീങ്ങും. അപ്പം തണുത്ത വാട്ടർ മോളിക്യൂൾ പിന്നെയും അടിഭാഗത്തേക്ക് നീങ്ങിയിട്ട് ഇങ്ങനെ ഒരു സർക്കുലേഷൻ നടക്കും. അതുവഴി ചൂടുള്ള വാട്ടർ മോളിക്യൂൾ മറ്റേ സൈഡിലേക്ക് എത്തിയിട്ട് ആ ഒരു ചൂടുള്ള വാട്ടർ മോളിക്യൂൾ ആക്ച്വൽ ആയിട്ട് മൂവ് ചെയ്തിട്ടാണ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഒരു തീയിട്ടിട്ടുള്ള ഒരു ക്യാമ്പ് ഫയറിന് മുന്നിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ആ ക്യാമ്പ് ഫയറിൽ നിന്നുള്ള ഹോട്ട് എയർ മേലോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യുകയും അതുവഴി കോൾഡ് എയർ അവിടേക്ക് തിരിച്ചു വന്നിട്ട് ആ ഹീറ്റ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വൽ ആയിട്ട് ആ എയർ മോളിക്യൂൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മീഡിയം വേർ ദ മോളിക്യൂൾസ് ആർ ആക്ച്വലി ട്രാൻസ്ഫറിങ് ദ ഹീറ്റ്. They are actually moving while the heat transfer. അതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുക. കണ്ടക്ഷനിൽ മീഡിയം ആവശ്യമുണ്ട്, പക്ഷെ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ആക്ച്വലി ആയിട്ട് മൂവ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ കൺവെക്ഷനിൽ മീഡിയം ആവശ്യമുണ്ട്, മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ആക്ച്വൽ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ കൺവെക്ഷനുള്ള എക്സാമ്പിൾ ആണ് നമ്മളുടെ ഈ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് ഒക്കെ. കടലിന്റെ അടുത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നല്ല എക്സ്ട്രീം ഹോട്ട് ക്ലൈമറ്റിൽ അല്ല നമ്മൾ എന്ത് ചെയ്യണം? നല്ല എക്സ്ട്രീം ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ അടിക്കുന്ന കാറ്റിന്റെ വിപരീത ദിശയിലായിരിക്കും നല്ല നൈറ്റ് ടൈമിൽ കാറ്റടിക്കുക. രാവിലെ ആണെങ്കിലും പകലാണെങ്കിലും രാത്രിയാണെങ്കിലും കാറ്റടിക്കും. രണ്ടിന്റെയും ദിശ വ്യത്യാസം ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നറിഞ്ഞാല് നമ്മളുടെ കൺവെക്ഷനെ കൊണ്ടാണ്. കൺവെക്ഷൻ. ഇനി the third type of heat transfer എന്ന് പറയുന്നത് റേഡിയേഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മെയിൻ ആയിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയേഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് റേഡിയേഷൻ വഴിയാണ്. അതായത് എർത്തും സണ്ണിന്റെയും ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു മീഡിയം ഉണ്ടോ? ഇല്ല. എർത്തിന്റെ സർഫസിൽ കുറച്ച് ഹൈറ്റിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലും ബാക്കി പിന്നെ എർത്തും സണ്ണും തമ്മിലുള്ള ഭാഗം ഒരു വാക്വം ആണ് അല്ലെ, മീഡിയം ഇല്ല. അങ്ങനെയാണെങ്കിൽ മീഡിയം ആവശ്യമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ. The heat transfer which is not requiring any medium in between. ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മളെ റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ. ഇനി റേഡിയേഷനിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ബ്ലാക്ക് ബോഡി. ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എന്താണെന്നാല് അത് അതിലേക്ക് വരുന്ന റേഡിയേഷനെ മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നതാണ് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. അബ്സോർബ്സ് ഓൾ ഹീറ്റ് റേഡിയേഷൻ ദാറ്റ് ഇസ് കമ്മിങ് ഓൺ ടു ഇറ്റ്. അതാണ് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ റേഡിയേഷന്റെ പവർ വെച്ചിട്ടുള്ള ചില ഫോർമുലാസ് ഞാൻ പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിലുള്ള കുറച്ച് ആളുകളാണ് അബ്സോർപ്റ്റീവ് പവറും എമിസീവ് പവറും. അബ്സോർപ്റ്റീവ് പവറിനെ എ ലാംഡ എന്നും എമിസീവ് പവറിനെ ഇ ലാംഡ എന്നും വിളിക്കും. ഇനി അബ്സോർപ്റ്റീവ് പവറും എമിസീവ് പവറും തമ്മിലുള്ള റിലേഷനെ നമ്മൾ കെർച്ചോഫ്സ് ലോ എന്ന് പറഞ്ഞിട്ട് പഠിക്കും. അതെന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ലാംഡ ബൈ എ ലാംഡ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ ലാംഡയാണ്. അതായത് എമിസീവ് പവർ ബൈ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ക്യാപിറ്റൽ ഇ ലാംഡ. ഇതാണ് കെർച്ചോഫ്സ് ലോ എന്ന് പറയുന്ന ഒരു ലോ. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ എമിസിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ ഇ ബൈ ക്യാപിറ്റൽ ഇ ഇസ് ഈക്വൽ ടു എപ്സിലോൺ. അതില് നമുക്കിപ്പം
ഈ ഒരു ഫോർമുലയും ഇങ്ങനത്തെ കുറച്ച് ഫോർമുലാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. നമുക്ക് എൻട്രൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ പറ്റിയുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ ഹീറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ 3 മെത്തേഡ്സ് ഉണ്ട്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഏത് മെത്തേഡിലാണ് മീഡിയം തീരെ ആവശ്യമില്ലാത്തത്? റേഡിയേഷൻ. ഏത് മെത്തേഡ്സിലൊക്കെയാണ് മീഡിയം ഇൻവോൾവ് ആവുന്നത്? കണ്ടക്ഷനിലും കൺവെക്ഷനിലും. ഏത് മെത്തേഡിലാണ് മീഡിയം ആക്ച്വൽ ആയിട്ട് മൂവ് ചെയ്യാത്തത്? അത് കണ്ടക്ഷനിൽ. ഏത് മെത്തേഡിലാണ് മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ആക്ച്വൽ ആയിട്ട് മൂവ് ചെയ്യുന്നത്? കൺവെക്ഷനിൽ. ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് ഒക്കെ ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? കൺവെക്ഷൻ. അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് ഒരു മെറ്റാലിക് സബ്സ്റ്റൻസ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് വഴിയാണ്? കണ്ടക്ഷൻ വഴി. അതേപോലെ തന്നെ നമ്മളുടെ ബ്ലാങ്കറ്റ് നമുക്ക് ചൂട് തരുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ഐസിനെ പുതപ്പിക്കുമ്പോൾ ഐസ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷന്റെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഇസ് ഓൾസോ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഓവർ ഹിയർ. ഇനി അടുത്ത സാധനങ്ങൾ. ദ നെക്സ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു സ്പീക്ക് നൗ ഈസ്, അടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്ത സാധനം നമ്മളുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മള് ഒരു കപ്പ് കോഫി നമ്മള് ഇങ്ങനെ പുറത്തവിടെ വെച്ചു. അത് ഒരു മോർണിംഗ് ടൈമില് തണുക്കുന്നതും അതൊരു നട്ടുച്ച സമയത്ത് തണുക്കുന്നതിന്റെയും റേറ്റ് വ്യത്യാസം ഉണ്ടാവും. മോർണിംഗ് ടൈമിൽ അത് ചിലപ്പം പെട്ടെന്ന് തണുത്തു പോകും. പക്ഷെ ഒരു നട്ടുച്ച സമയത്താണെങ്കിൽ അത് അത്ര പെട്ടെന്ന് തണുക്കില്ല. അപ്പം ഈ റേറ്റ് ഓഫ് കൂളിങ്ങിനെ പറ്റി പറയുന്ന ഒരു ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചറും അതേപോലെ തന്നെ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. The rate of cooling will always depend on the temperature of surrounding and system. ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ കൂളിംഗ് പെട്ടെന്ന് നടക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ കൂളിംഗ് വളരെ മെല്ലെ ആയിരിക്കും നടക്കുക. The rate of cooling is directly proportional to temperature difference between system and surrounding. The rate of cooling is directly proportional to temperature difference between system and surrounding. ഇതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് കൂളിംഗ് അല്ലെങ്കിൽ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് വിളിക്കുക. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ആ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നമുക്ക് എൻട്രൻസ് പെർസ്പെക്റ്റീവില് ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്താന്ന് പറഞ്ഞാല് ഡി ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ ഡി സ്മോൾ ടി. അതിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, സ്മോൾ ടി എന്ന് പറയുന്നത് ടൈം. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡി ക്യാപിറ്റൽ ടി ബൈ ഡി സ്മോൾ ടി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ഇതായിരിക്കും നമ്മളുടെ ലോ ഓഫ് കൂളിംഗ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നമ്മൾ ഓർത്ത് വെക്കേണ്ട റിലേഷൻ. അതിൽ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി അതേപോലെ തന്നെ എൻട്രൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്താ നമ്മുടെ ബോർഡ് എക്സാമിന് അത്രത്തോളം ആവശ്യമില്ല, പക്ഷെ ഓർത്ത് വെക്കേണ്ട ഒരു സാധനം ആണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the radiation emitted by a black body. ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന radiation emitted by a black body is inversely proportional to temperature. ഒരു ബ്ലാക്ക് ബോഡി പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി is inversely proportional to temperature. Therefore lambda m is equal to ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു അല്ലെ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ആണ്. ആ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ വെയിൻസ് കോൺസ്റ്റന്റ്, അതിന്റെ വില 2.9 ഇൻറ്റു 10⁻³ ആണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഇതാണ് നമ്മളുടെ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ.
അപ്പം ഇത്രയാണ് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെക്കോർഡ് സെഷൻ ആയിട്ട് വെക്കുന്നത് നമ്മളുടെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമിനെ പരിഗണിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചിനെയും സെപ്പറേറ്റ് ടൈം എടുത്തിട്ടോ അല്ല ഒറ്റ സ്ട്രെച്ചിലോ വാച്ച് ചെയ്യാം. അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതായത് ഓരോ ഡെഫിനിഷൻസിനെയും ഹെഡിങ്ങിനൊക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും അതിന്റെ കാര്യങ്ങളുടെ മുഴുവൻ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളുടെ ലൈവ് ക്ലാസ് വരുന്ന സമയത്ത്, അതായത് ഫിസിക്കൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ വരുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യണം. അടുത്ത സ്കൂൾ ടൈം വരുമ്പോഴേക്കും നിങ്ങൾ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. Okay, so we stopping the session. Bye.